നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ തുറുപ്പുചിട്ട് ശക്തി ആപ്പിന്റെ പ്രവചനം വന്നു. അതായത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 22 സീറ്റുകൾ നേടുമെന്നുള്ളതാണ് പ്രവചനം. നേരത്തെ 2009 നേടിയതിനേക്കാളും വലിയ മികച്ച രീതിയിലുള്ള പ്രകടനം ഉത്തർപ്രദേശിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ശക്തി ആപ്പിന്റെ പ്രവചനം വ്യക്തമാക്കുന്നുള്ളത്. നേരത്തെ 3 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയതും ശക്തി ആപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതേ ശക്തി ആപ്പാണ് വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശക്തി ആപ്പ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രവർത്തകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി ശക്തി ആപ്പിലൂടെ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ശക്തി ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശക്തി ആപ്പ് രാഹുൽ ഗാന്ധിയെ എല്ലാവിധത്തിലും തുണച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ശക്തി ആപ്പിന്റെ പ്രവചനം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയാണ്. അതായത് 2009 21 സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നേടിയത്. എന്നാൽ 2019 അത് നേരെ 22 സീറ്റുകളായി ഉയരുമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം 2014 ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ. ഇനി ആ തിരിച്ചടികൾക്കൊക്കെ പകരം ചോദിക്കാൻ രാഹുലിന്റെ ഈ തരംഗത്തിലൂടെ സാധ്യമാകുമെന്നുള്ളതും ശക്തി ആപ്പ് പ്രവചിക്കുന്നുണ്ട്. ശക്തി ആപ്പ് നേരത്തെ വിശദമായി പറഞ്ഞതാണ് ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റണമെന്നുള്ളത്. അത് രാഹുൽ ഗാന്ധി പരിപൂർണതയോടുകൂടി അത് നടപ്പിൽ വരുത്താൻ വേണ്ടി മുന്നോട്ട് വരികയുണ്ടായി. അതേപോലെ തന്നെ പലയിടങ്ങളിലും ഇന്ന് സ്ഥാനാർത്ഥികൾ അനുയോജ്യമല്ല എന്നുള്ള അഭിപ്രായങ്ങൾ ശക്തി ആപ്പിലൂടെ കടന്നു വന്നപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും ഒക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തി ആപ്പ് നൽകിയ വിവരങ്ങൾക്കനുസരിച്ചായിരുന്നു രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചിരുന്നത്. അതൊക്കെ കൊണ്ട് ആ വിവരങ്ങളൊക്കെ സത്യസന്ധമായി തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് നേട്ടം കൊയ്തു കൊടുക്കുകയുണ്ടായി. അതേ പോലെയാണ് ഇപ്പോൾ പ്രവചനം വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ചെറുപാർട്ടികളുമായി മുന്നോട്ട് പോകുന്നുള്ള കോൺഗ്രസ് ഒറ്റയ്ക്ക് മുന്നേറുമ്പോൾ 22 സീറ്റുകളോളം നേരിടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ SP BSP സഖ്യത്തിന്റെ സീറ്റുകളായിരിക്കും അധികവും കോൺഗ്രസിലേക്ക് എത്തുക എന്നതും ശക്തി ആപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്നത് മായാവതിയുടെ BSPയെ തളർത്തണമെന്നും ശക്തി ആപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയായിരിക്കും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ കളമൊരുക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.